രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കെതിരെ അയച്ച കത്ത് എവിടെയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. ബ്രേക്കിംഗ് ന്യൂസുകൾ അടിസ്ഥാനമാക്കി മാത്രം അന്വേഷണം നടത്താൻ സർക്കാരിനാകില്ല എന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ കത്ത് വിവാദവും കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരും ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും. സാലി, ഏതു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്? കോട്ടയത്തെ പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉദ്ഘാടനം അടുത്തയാഴ്ച സോണിയാഗാന്ധി AICC അധ്യക്ഷ നിർവഹിക്കുന്നുണ്ട്. അത് അറിയിക്കുന്നതിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്കെതിരെ അയച്ച കത്തിനെ സംബന്ധിച്ചായിരുന്നു ചോദ്യങ്ങൾ ഏറെയും ഉയർന്നത്. അതിനോട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എവിടെയായിരുന്നു, ഈ പറയുന്ന കത്ത് എവിടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആവർത്തിച്ചുള്ള ചോദ്യം. അതിന് തന്നെ അദ്ദേഹം തന്നെ ഇങ്ങനെ മറുപടി വ്യാഖ്യാനിക്കുകയും ചെയ്തു. കത്ത് അയച്ചിട്ടില്ലെന്ന് തന്നെയാണല്ലോ ചെന്നിത്തല പറയുന്നത്, അതുകൊണ്ട് അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏതായാലും താൻ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്ത് നിഷേധിച്ചു എങ്കിൽ കൂടി അദ്ദേഹം കൂട്ടി പറഞ്ഞൊരു കാര്യം, ഭരണത്തെ വിലയിരുത്തേണ്ടത് വ്യക്തികളല്ല ജനങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബ്രേക്കിംഗ് ന്യൂസിന്റെ പിന്നാലെ പോകുന്ന ആളല്ല താൻ, അത്തരം ബ്രേക്കിംഗ് ന്യൂസ് വെച്ച് അങ്ങനെ ഒരു അന്വേഷണം നടത്താനുമാവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഈ കത്ത് വിവാദത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഈ 30-ന് UDF-ലെ ഘടകകക്ഷി നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച നടത്തുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് കത്ത് വിവാദം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 30-ന് എഞ്ചിനീയറിംഗ് കോളേജ് ഉദ്ഘാടനത്തിന് എത്തുന്ന സോണിയാഗാന്ധി ഘടകകക്ഷി നേതാക്കളെ കോട്ടയത്തേക്ക് വിളിപ്പിച്ച് അവിടെ വെച്ച് ചർച്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും രമേശ് ചെന്നിത്തലയെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാനായില്ല. അതിനിടയിൽ രമേശ് ചെന്നിത്തല AK ആന്റണിയുടെ ചികിത്സാർത്ഥം അമേരിക്കയ്ക്ക് പോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ 3 നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ചയിലേക്ക് കടക്കാൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് സോണിയാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വളരെ നാടകീയമായി ഇത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാതെ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ UDF-ലെ മറ്റ് പ്രമുഖ ഘടകകക്ഷി നേതാക്കളുമായി ഈ വിഷയം വളരെ ഗൗരവതരമായി ചർച്ച നടത്താനും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് വേണം എത്തിച്ചേരാൻ. അതിന്റെ ഭാഗമായിട്ടാവണം 30-ന് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്താനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനം എന്ന് പറയാം. പ്രദീപ്, സാലി, അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതുവരെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം കാര്യമാണെന്നുള്ള നേതാക്കളുടെ KPCC പ്രസിഡന്റിന്റെ അടക്കം നിലപാടുകൾ ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുന്നില്ല, തിരസ്കരിക്കുന്നു. ഘടകകക്ഷികളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഈ വിഷയങ്ങൾ UDF തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് വലിയ വിശാല അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വത്തെ സംബന്ധിച്ച് ഘടകകക്ഷി നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമാണെങ്കിൽ എന്ത് നടപടികൾ അടക്കം, നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിന്റെ തുടക്കം എന്ന് ഈ വാർത്തയോട് കണക്കാക്കേണ്ടതുണ്ടോ? പ്രദീപ്, തീർച്ചയായും. അതായത് കോൺഗ്രസിനുള്ളിൽ മാത്രം തീർക്കാവുന്ന സാലി, ആ ചോദ്യത്തിലേക്ക് തന്നെ അതിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സൂചനകളുമായി സാലിയിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ സോണിയാഗാന്ധി കേരളത്തിലെത്തുന്നു, ഘടകകക്ഷി നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ ഇതുവരെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്നാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം അല്ലാതാകുന്നു കേരളത്തിലെ നിലവിലെ പാർട്ടി പ്രശ്നങ്ങൾ. അത്തരത്തിൽ കാണേണ്ടതുണ്ടോ ഈ ഘടകകക്ഷി നേതാക്കളുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിയാലോചനകൾ? ഹൈക്കമാൻഡ് ഘടകകക്ഷി നേതാക്കളുമായി കൂടിയാലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമുള്ളൂ. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണല്ലോ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അംഗബലമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ശക്തമായ പാർട്ടി മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിൽ ഒരു നേതാവേ ഉള്ളൂ. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അത് വിഘടിച്ച് നിൽക്കുന്ന പല ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ കവിഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഒരു ആൾക്കൂട്ടമാണ്. മറിച്ച് മുസ്ലിം ലീഗിലെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെ ആ നേതാവ് പറയുന്നത് മറ്റുള്ളവരനുസരിച്ച്. പിന്നെ ആ പാർട്ടി ശക്തമായ ഒരു പാർട്ടിയാണ്. ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കോൺഗ്രസ് മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മുന്നണി നേതാക്കൾ, ഹൈക്കമാൻഡിന്റെ നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ
നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഘടകകക്ഷികൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഘടകകക്ഷികൾക്ക് ഒരുപാട് പരാധീനതകളുണ്ടല്ലോ, അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇപ്പൊ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുരിശിൽ തറച്ച് നിർത്തിയിരിക്കുന്നു. അതിൽ കോൺഗ്രസുകാരുടെ ഒരു പങ്കുണ്ടെന്ന് അദ്ദേഹം സത്യമായിട്ടും സംശയിക്കുന്നു. ഗൂഢാലോചന ഉണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അപ്പൊ ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അത് സോണിയാഗാന്ധിയോട് പറയാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയാം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന നിരീക്ഷകനാണെങ്കിൽ നിരീക്ഷകനോട് പറയാം. അതിനുള്ളൊരു അവസരമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് മാത്രമല്ല നല്ലതുമാണ്. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ.